നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് NIOS പൊളിറ്റിക്കൽ സയൻസിൻ്റെ ചാപ്റ്റർ 20 ആണ്. പ്രാദേശികവാദവും പ്രാദേശിക പാർട്ടികളും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് നോട്ട്സോ ക്ലാസ്സോ എന്തെങ്കിലും വേണമെങ്കിൽ മുകളിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജും ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട്. നിങ്ങൾക്ക് അതിൽ എൻ്റെ അടുത്ത് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പ്രാദേശിക പാർട്ടികൾ. പ്രാദേശിക പാർട്ടികൾ എന്താണെന്ന് വെച്ചാൽ ഓരോ പ്രദേശത്തും ഓരോ പാർട്ടികൾ കാണും. ഇതിനെയാണ് നമ്മൾ പ്രാദേശിക പാർട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രാദേശിക തലങ്ങളിൽ ഓരോ പാർട്ടികൾ കാണും. അതിനെ നമ്മൾ പ്രാദേശിക പാർട്ടികൾ എന്ന് പറയുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ കേരളത്തിന് ഒരു പ്രാദേശിക പാർട്ടിയാണ്, അതാണ് നമ്മുടെ കേരള കോൺഗ്രസ്. ഓക്കെ, അതേപോലെ തന്നെ തെലുങ്കാനയ്ക്കൊരു പ്രാദേശിക പാർട്ടിയാണ് തെലുങ്ക് ദേശം. തമിഴ്നാടിനൊരു പ്രാദേശിക പാർട്ടിയാണ് DMK. അങ്ങനെ പ്രാദേശിക തലത്തിലുള്ള പാർട്ടികളെ പ്രാദേശിക പാർട്ടികൾ എന്ന് പറയുന്നു. ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ പ്രദേശത്തുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും നേരെ പാർലമെൻറ്റിനെയും സംസ്ഥാന നിയമസഭയും ഒക്കെ അവതരിപ്പിക്കുന്നത് ഈ പ്രാദേശിക പാർട്ടികളാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ പ്രാദേശിക പാർട്ടികൾ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, എന്താണ് റീജിയണലിസം, അതായത് എന്താണ് പ്രാദേശികവാദം. പ്രാദേശികവാദം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് 29 സ്റ്റേറ്റുകൾ ചേർന്ന ഒന്നാണ്. അപ്പോൾ ഇന്ത്യ ഒരു രാഷ്ട്രമാണ്. മൊത്തം 29 സ്റ്റേറ്റുകളാണുള്ളത്. ഈ 29 സ്റ്റേറ്റുകളിൽ ഓരോ സ്റ്റേറ്റുകളിലും ഓരോ ആളുകളാണ് ഉള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് കേരളം എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ്. അപ്പം എനിക്ക് ഈ കേരളത്തോട് മാത്രമാണ് സ്നേഹം. വേറെ ഉള്ള സ്റ്റേറ്റുകളോട്, തമിഴ്നാടിനോടും തൊട്ടടുത്ത് കിടക്കുന്ന ആന്ധ്രയോടൊന്നും ഒരിക്കലും സ്നേഹമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം കേരളത്തിനോടാണ്. അതേപോലെ തന്നെ എനിക്ക് ഇതിനെയാണ് നമ്മൾ പ്രാദേശികവാദം എന്ന് പറയുന്നത്. നമ്മൾ നിൽക്കുന്ന സ്റ്റേറ്റിനോട്, അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യൻ യൂണിയനിലുള്ള ഏതെങ്കിലും ഒരൊറ്റ സ്റ്റേറ്റിനോട് തോന്നുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു, പ്രാദേശികവാദം എന്ന് പറയുന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ബാക്കിയുള്ള സ്റ്റേറ്റിനോട് താല്പര്യം കാണത്തില്ല, അവിടെയുള്ള ആളുകളുടെ താല്പര്യം കാണത്തില്ല. ക്രമേണ നമ്മൾ പറയും നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് മാത്രം മതി, നമുക്ക് സ്വയം ഭരണം വേണം, ഇന്ത്യൻ യൂണിയനിൽ നിന്ന് നമുക്ക് മാറി നിൽക്കണം. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഈ പ്രാദേശികവാദം വഴി ഉണ്ടാകും. അങ്ങനെ ഒരു പ്രാദേശികവാദം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഐക്യതയും അഖണ്ഡതയും ഒക്കെ ബാധിക്കും. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് പണ്ട് വലിയൊരു രാജ്യമായിരുന്നു. ഓക്കെ, ഇന്ത്യയും പാക്കും കൂടെ ചേർന്ന് വലിയൊരു രാജ്യമായിരുന്നതായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ മാറിയതോടെ തന്നെ ഇന്ത്യ അതിൻ്റെ എണ്ണം കുറയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രാദേശികവാദം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ അഖണ്ഡതയും ഐക്യതയും മൊത്തത്തിൽ തകരും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ 2 കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ ഞാൻ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.